വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരുന്നു. TP വധക്കേസ് പ്രതി കൊടിസുനിയെ ജയിൽ മാറ്റാൻ തീരുമാനിച്ചു. തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ പൂപ്പറമ്പ ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ് നൽകും. അരുൺ, വിശദാംശങ്ങൾ. SKN മാഹി ഇരട്ട കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ആ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അതിൽ വിചാരണയ്ക്ക് പങ്കെടുക്കേണ്ടതുകൊണ്ട് തന്നെ വിചാരണയുടെ ഭാഗമാകേണ്ടതുകൊണ്ട് തന്നെ കണ്ണൂർ സെൻട്രൽ ജയിൽ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയാണ് കോടതി നിർദ്ദേശപ്രകാരം കൊടിസുനിയെ നേരത്തെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. പക്ഷേ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചതിന് ശേഷം നിരന്തരമായ പരാതികളാണ് കൊടിസുനിക്കെതിരെയും അതോടൊപ്പം തന്നെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റു പ്രതികൾക്കെതിരെയും ഉയർന്നത്. അതിലൊടുവിൽ വിചാരണക്കായി തലശ്ശേരി കോടതിയിൽ എത്തിച്ച ഘട്ടത്തിൽ കോടതി പരിസരത്തെ ഒരു ഹോട്ടലിന് മുന്നിൽ വെച്ച് പരസ്യമായി മദ്യപിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിലുള്ള മദ്യപാനത്തിൽ കൊടിസുനിക്കെതിരെ കേസെടുക്കുക ഉൾപ്പെടെ ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജയിൽ വകുപ്പ് കോടതിയിൽ വീണ്ടും ഒരു അപേക്ഷ നൽകിയത്. വിചാരണ അന്തിമഘട്ടത്തിലാണ്. നേരിട്ട് പങ്കെടുക്കേണ്ട സാഹചര്യം ഇനിയില്ല. അതുകൊണ്ട് തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ കഴിഞ്ഞ വിചാരണ വേളയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടിസുനിയെ ഹാജരാക്കിയിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ തുടരാം എന്നുള്ളതുകൊണ്ട് ജയിൽ മാറ്റണം, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റണം എന്ന ആവശ്യമാണ്, ഒരു അപേക്ഷയാണ് നൽകിയത്. കോടതി അത് അംഗീകരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ജയിൽ വകുപ്പ് തീരുമാനമെടുക്കുകയും ഇന്നലെ വൈകിട്ട് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊടിസുനിയെ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ മറ്റു പ്രതികൾ ഇപ്പോൾ കണ്ണൂരിൽ തന്നെ തുടരുന്നുണ്ട്. മുഹമ്മദ് ഷാഫി, ഷിനോജ് ഉൾപ്പെടെയുള്ള പ്രതികൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ തന്നെയാണ്. അവർക്കെതിരെയും ഈ പരസ്യമദ്യപാനുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ കൊടിസുനിയെ മാത്രമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂരിലേക്ക് മാറ്റിയത്. ഇന്നലെ വൈകിട്ടാണ് കനത്ത സുരക്ഷയിൽ കൊടിസുനിയെ തവനൂരിലേക്ക് മാറ്റിയത് എന്നതാണ് ലഭിക്കുന്ന വിവരം. SKN.